ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുര ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് 6ാം ക്ലാസ്സിലെ കോണുകൾ എന്ന പാഠഭാഗത്തിലെ പാർട്ട് 3 വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനകത്ത് അടുത്ത ഭാഗം എന്ന് പറയുന്നത് പേജ് നമ്പർ 14 to 16 വരെയുള്ള വർക്കുകളാണ്. സർക്കിൾ ഡിവിഷൻ, അതായത് വൃത്തവിഭജനം, സർക്കിൾ ഡിവിഷൻ എന്ന പാഠഭാഗത്തിലാണ്. അപ്പം വൃത്തവിഭജനം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും വൃത്തത്തെ പല രീതിയിൽ വിഭജിക്കുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുകയില്ല. അപ്പം ഞാനത് കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. താമസിക്കണ്ട. പിന്നെ മറ്റൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. കമൻറ്റുകളൊക്കെ എഴുതി പ്രോത്സാഹിപ്പിക്കാനും വിട്ടുപോകണ്ട. ഓക്കെ, നമുക്ക് വൃത്തവിഭജനത്തിലേക്ക് കടക്കാം. നിങ്ങൾ റെഡിയാണല്ലോ? ഞാനും റെഡി. ഇവിടെ നമ്മൾ ഈ കോൺ മാപിനി, അതായത് പ്രൊട്രാക്ടർ, ഇത് ഒരു അർദ്ധവൃത്തമാണ്, സെമി സർക്കിളാണ്. ഈ അർദ്ധവൃത്തത്തെ ഏറ്റവും മുകളിലുള്ള, നിങ്ങൾ നോക്കിയാൽ കാണാം, സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം, ഏറ്റവും മുകളിലുള്ള ഈ ചെറിയ വരകൾ ഇത് 180 സമഭാഗങ്ങളാക്കുകയാണ്. ഈ അർദ്ധവൃത്തത്തെ ഏറ്റവും മുകളിലുള്ള ഈ ചെറിയ വരകൾ 180 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ഈ വരകൾ നീട്ടി അർദ്ധവൃത്തത്തിന്റെ, ഈ വരകൾ ഇങ്ങനെ നീട്ടി അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ ഒരേ വലിപ്പത്തിലുള്ള 180 കോണുകളാണ് കിട്ടുന്നത്. ഞാൻ ഇവിടെ ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇതിലെ ചെറിയ ഒരു ഭാഗം ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ട് വരൂ കേട്ടോ. ഇത് ഇത്രയും വലിയ പ്രൊട്രാക്ടർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. മറ്റേ നമുക്കറിയാം ഇതിനേക്കാളും ചെറുതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരിയും കൂടെ വലിപ്പത്തിൽ വരച്ചത്. അതേപോലെ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള 180 തുല്യ ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ഓരോ കോണിന്റെയും വലിപ്പം, ഇത് ഒരു കോണാണെങ്കിൽ ഇതിന്റെ വലിപ്പം 1 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, ഈ വരച്ചത് ഇതിന്റെ ആരമല്ലേ വരിക, റേഡിയസ് അല്ലേ? അപ്പൊ നോക്കൂ, ഇതിനകത്ത് എത്ര റേഡിയസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? 180 കോൺ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ റേഡിയസ് എത്ര ഉണ്ടാവും? 181. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എണ്ണി നോക്കിക്കോ. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞത് ചെറിയ പ്രൊട്രാക്ടർ. ഇത് കുറേ നീട്ടി വരച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു കോണായിട്ട് കാണാൻ കഴിയുള്ളൂ. ഇങ്ങനെ 1 ഡിഗ്രി വീതം ഇടവിട്ട് 360 ആരങ്ങൾ വരയ്ക്കാം ഒരു വൃത്തത്തിൽ. ഞാനിവിടെ ഒരു വൃത്തം കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ പകുതി വൃത്തത്തിൽ നമ്മൾ പറഞ്ഞു 180. അപ്പൊ മുഴുവൻ വൃത്തത്തിൽ എത്ര വരും? 180ഉം 180ഉം ആകെ എത്ര വരും? 360 ഡിഗ്രിയാണ്. അതായത് 360 1 ഡിഗ്രി കോണുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം, ഈ 360 10 ഡിഗ്രി വീതം ഇടവിട്ട് വരച്ചാലോ? 10 ഡിഗ്രി വീതം ഇടവിട്ട് വരയ്ക്കാണ്. അതായത് ആകെ ഒരു വൃത്തത്തിൽ എത്ര ഡിഗ്രിയാണ് വരുന്നത്? 360 ഡിഗ്രി. അപ്പൊ 10 ഡിഗ്രി വീതം ഇടവിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എത്ര ഈക്വൽ പാർട്സ് കിട്ടും? എത്ര സമഭാഗങ്ങൾ കിട്ടും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 10 ഡിഗ്രി വീതം ഇങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ 360നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. അപ്പൊ എത്ര തുല്യ ഭാഗങ്ങൾ കിട്ടും? 36 തുല്യ ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. 36 തുല്യ ഭാഗങ്ങളായതുകൊണ്ട് 36 ആരങ്ങളാണ് നമുക്ക് കിട്ടുക. ഈ 36 ആരങ്ങളാണ് ആ വൃത്തത്തെ 36 സമഭാഗങ്ങളാക്കി മാറ്റുന്നത്. We get 36 radii which divide the circle into 36 equal parts. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 360നെ 60 ഡിഗ്രി വീതം ഇടവിട്ട് വരയ്ക്കുകയാണെങ്കിൽ എത്ര ആരങ്ങൾ ഉണ്ടാവും? 360നെ 60 ഡിഗ്രി വീതം ഇടവിട്ട് വരയ്ക്കുകയാണ് അല്ലേ? അങ്ങനെ വരയ്ക്കുമ്പോൾ എത്ര ആരങ്ങളാണ് ഉണ്ടാവുന്നത്?
6 ആരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് 6 തുല്യ ഭാഗങ്ങളും നമുക്ക് കിട്ടുന്നു. വി ഗെറ്റ് 6 റേഡിയായി ആൻഡ് 6 ഈക്വൽ പാർട്സ് ഓഫ് ദി സർക്കിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഒരു വൃത്തത്തെ എന്ത് ചെയ്യാം? 6 തുല്യ ഭാഗങ്ങളാക്കിയാല് ഒരു രൂപം കിട്ടും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം വരച്ച് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു വൃത്തം വരയ്ക്കാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോളൂ. വൃത്തം വരയ്ക്കാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കണം, കോമ്പസിന്റെ മുനയും അതേപോലെ തന്നെ ഇവിടെ സ്കെച്ച് പെന്നാണ്. നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ആയതുകൊണ്ട് കാണാനാണ് ഞാനിത് വെച്ചത്, സ്കെച്ച് പെൻ ഉപയോഗിച്ചത്. ഒരുമിച്ച് വരണം. ഇനി ഞാൻ എവിടെയാണ് കുത്തിയത് എന്ന് വെച്ചാൽ അവിടെ ഞാൻ എന്ത് ചെയ്തു? കേന്ദ്രം അടയാളപ്പെടുത്തി, വൃത്തകേന്ദ്രം. ഇനി ഇതിനെ 6 തുല്യ ഭാഗങ്ങളാക്കണം. 6 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആരം അങ്ങോട്ട് വരയ്ക്കുക. ഇനി അടുത്തത് പറയുമ്പം ഞാൻ ചിത്രം വരയ്ക്കില്ല. ഈ ചിത്രം എങ്ങനെ വരയ്ക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഇത് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലം, അതാണ് ആരം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 6 തുല്യ ഭാഗങ്ങളാക്കണം. 6 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ എത്ര ഡിഗ്രി വീതം എടുക്കണം എന്നാണ് പറഞ്ഞത്? നമുക്കറിയാം, 360നെ 6 തുല്യ ഭാഗങ്ങളാക്കാൻ വേണ്ടി 6 കൊണ്ട് ഹരിക്കുക. അപ്പൊ 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 60 ഡിഗ്രി. അതായത് 360നെ 60 ഡിഗ്രി കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര തുല്യ ഭാഗങ്ങൾ കിട്ടുന്നു നമ്മൾ കണ്ടുപിടിച്ചതാണ്, 6ആണ്. അപ്പോൾ ഒരു ഭാഗം എത്ര ഡിഗ്രിയാണ് എടുക്കേണ്ടത്? 60 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. 5ാം ക്ലാസ്സിൽ ഇതേ ചിത്രം നമ്മൾ വരച്ചപ്പം ഈ രീതിയിലല്ല, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആരം ഇവിടെ കേന്ദ്രത്തിൽ ഈ ബിന്ദു വെക്കുക, ഈ വരയോട് ചേർത്ത് വെക്കുക. നോക്കിക്കോളൂ, ഈ വരയോട് ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ എണ്ണി എടുക്കണം. നമുക്കറിയാം ഇവിടെ 1 ഡിഗ്രി 2 ഡിഗ്രി ആരും എണ്ണില്ല. നമുക്ക് എളുപ്പത്തിന് വേണ്ടി 10, 20, 30, 40, 50, 60. അപ്പൊ ഈ ഒരു ഭാഗം നമുക്കിവിടെ കിട്ടി. ഞാനിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പെൻസിൽ കൊണ്ടാണ് ഈ ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം വെച്ചതിന് ശേഷം നമുക്ക് വൃത്തത്തിലേക്ക് മാത്രം നമ്മൾ ചെയ്താൽ മതി. നോക്കുക, വൃത്തത്തിലേക്ക് ഞാനിവിടെ അടയാളപ്പെടുത്തി. ഇനി 6 തുല്യ ഭാഗങ്ങളായതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു ഭാഗം കോമ്പസിൽ അളന്നു നോക്കൂ, സെയിം ആണ് വരിക. അതായത് നമ്മൾ വരച്ച അതേ ആരം കൊണ്ട് വൃത്തത്തെ ഭാഗിച്ചാൽ 6 തുല്യ ഭാഗങ്ങളാണ് കിട്ടുക. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ വൃത്തത്തിൽ ഇതുപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്തു. ഇതൊരു ട്രിക്കാണ്. ഞാൻ ഒരു ഭാഗം ഞാൻ വരച്ചത് നിങ്ങളെ കാണിച്ചു തന്നു. അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ഭാഗം വരയ്ക്കാം. അല്ലെങ്കിൽ ഇത് മാത്രം 6 തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ ഈ ഒരു രീതിയും നമുക്ക് പ്രയോഗിക്കാം. ഇനി ഇതിൽ അടയാളപ്പെടുത്തിയത് ഞാൻ യോജിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വീണ്ടും വെക്കുക. ഇവിടെ വീണ്ടും വെച്ചതിന് ശേഷം നോക്കുക, അവിടെ കറക്റ്റ് വെക്കുക. 60 ഡിഗ്രി കറക്റ്റാണ് എനിക്കിവിടെ കിട്ടിയത്. ഇനി അതല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് 60, അടുത്തത് 60 എത്ര വരും? 120, 180 ഒറ്റയടിക്ക് നമുക്ക് അടയാളപ്പെടുത്തി പോവാം. അതും ചെയ്യാം. അതൊരു ട്രിക്കാണ്. ഓക്കെ, ഇനി ഞാനിത് യോജിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 6 തുല്യ ഭാഗങ്ങൾ കിട്ടി. ഓരോ ഭാഗവും എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ എത്ര ആരങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6 ആരങ്ങൾ, 60 ഡിഗ്രി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി ഇതിനെ ഈ വൃത്തത്തിൽ മുട്ടിയ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. ഞാനിവിടെ യോജിപ്പിക്കാം. അടുത്തടുത്ത ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി അറിയാം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ? ഈ വൃത്തമൊക്കെ പെൻസിൽ കൊണ്ട് വരച്ചു, ഈ വരകളെല്ലാം പെൻസിൽ കൊണ്ട് വരച്ചു. അപ്പൊ അതിൻ്റെ ഈ വൃത്തത്തിലുള്ള ബിന്ദുക്കൾ മാത്രം യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമഷഡ്ഭുജം കിട്ടി, ഹെക്സാഗൺ കിട്ടി. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് വരയ്ക്കേണ്ട 2 ചിത്രങ്ങളുണ്ട്.
5ാം ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞപ്പം നമ്മൾ 3 വൃത്തങ്ങളൊക്കെ വരച്ചിട്ടാണ് വരച്ചത്. ഇങ്ങനെ വരച്ചപ്പോൾ നമുക്ക് എന്തായി? എളുപ്പമായി. സെയിം ചിത്രം തന്നെ 5ാം ക്ലാസ്സിലും ഉണ്ട്. ഇവിടെ നോക്കൂ, ഇനി 6ാം ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ചിത്രം ഇതാണ്. ഈ 2 ചിത്രങ്ങളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ചിത്രങ്ങൾ വരയ്ക്കാം. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. 5 വശങ്ങളുള്ള രൂപം വരയ്ക്കണമെങ്കിൽ കോണുകൾ എത്രയായി എടുക്കണം, അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ 5 വശങ്ങളായതുകൊണ്ട് 360 ഡിഗ്രിയെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഹരിക്കുക. നമുക്കൊന്ന് നോക്കാം. 360 ഡിഗ്രീനെ 5 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്രയാണ്? 7 5 35. ഇനി ഇവിടെ 10 5 2 10. എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? 72 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇഷ്ടമുള്ള അളവിൽ ഒരു വൃത്തം വരയ്ക്കുക. ഇവിടെ ഞാനൊരു വൃത്തം വരയ്ക്കാൻ പോവുകയാണ്. ഇഷ്ടമുള്ള അളവില്. നമുക്ക് ആരം എത്ര എന്നൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ള അളവില് ഒരു വൃത്തം വരച്ചു. ഇനി വരച്ചതിന് ശേഷം ഇത് എവിടെയാണ് കുത്തിയത് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. നിങ്ങൾ വരയ്ക്കേണ്ടത് എന്തുകൊണ്ടാണ്? പെൻസിൽ കൊണ്ടാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരാരം മാത്രം ആദ്യം വരയ്ക്കാം. ശ്രദ്ധിച്ചിരുന്നോളൂ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നറിയാൻ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇതിൻ്റെ മെത്തേഡ് എങ്ങനെ വരയ്ക്കുന്നു എന്നറിയണം. ഇനി പ്രൊട്രാക്ടർ വെക്കുകയാണ്. ഞാനിവിടെ വെച്ചു, ഈ വരയോട് ചേർത്ത് വെച്ചു. ആദ്യം 70 എടുത്തു, പിന്നെ 1 2 72 ഡിഗ്രി. അടുത്തത് 72നോട് 72 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 144 അപ്പൊ 140 എടുത്തു. അത് കഴിഞ്ഞിട്ട് 4 വരയും കൂടെ എണ്ണിയെടുത്തു. അപ്പൊ ഇത്രയും കിട്ടി. അപ്പൊ ഇതാദ്യം ഞാൻ വരയ്ക്കാൻ പോവാണ്. ഈ 2 ബിന്ദുക്കൾ ഒരേ വരയിൽ വരത്തക്ക വിധം വെക്കുക. എന്നിട്ട് നമുക്ക് വൃത്തം വരെ വരച്ചാൽ മതി, പുറത്തേക്ക് പോകണ്ട. ഓക്കെ, വരച്ചു. അതേപോലെ ഇവിടെയും വരയ്ക്കാം. ഇനി അത് കേന്ദ്രത്തിലേക്ക് വരച്ചു. ഇപ്പൊ 1 2 3 ആരായി അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുക. 72 ഡിഗ്രി. 70 കഴിഞ്ഞിട്ട് 2 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് അടുത്തതും കൂടെ നമുക്ക് അടയാളപ്പെടുത്താം. 144 വരൂ അല്ലേ? അപ്പോൾ അവിടെ മാർക്ക് ചെയ്തു. ഇനി ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കുക. ഓക്കെ, അതേപോലെ ഇവിടെയും വരച്ചു. ഇനി എന്ത് ചെയ്യണം? വൃത്തത്തിലെ കൂട്ടിമുട്ടിയ ആരങ്ങൾ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. ഇവിടെ യോജിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് വൃത്തിയായി വരയ്ക്കണം. ഇപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നതുപോലെ തന്നെ കിട്ടി. ഓരോ ആംഗിളും ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രി. ഇപ്പൊ നമുക്ക് കിട്ടിയത് 5 ആരങ്ങളുള്ള 5 തുല്യ ഭാഗങ്ങളുള്ള പെന്റഗൺ ആണ് കിട്ടിയത്, പഞ്ചഭുജം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 6 വശങ്ങളുള്ള ഹെക്സഗണ്, അതായത് ഷഡ്ഭുജവും നമ്മൾ വരച്ചു, പെന്റഗണും വരച്ചു. അപ്പൊ 6 വശങ്ങളാകുമ്പോൾ നമ്മൾ അതിൽ ഒരു ട്രിക്ക് കണ്ടെത്തിയത്, റേഡിയസ് എത്രയാണോ ആ ആരം കൊണ്ട് വൃത്തത്തെ ഭാഗിച്ചാൽ നമുക്ക് 6 തുല്യ ഭാഗങ്ങൾ കിട്ടും. നമുക്ക് ഓരോന്നും അളക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പെന്റഗൺ വരയ്ക്കുമ്പോൾ, പഞ്ചഭുജം വരയ്ക്കുമ്പോൾ ഓരോന്നും നമ്മൾ അളന്നെടുത്തിട്ടാണ് വരച്ചത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എക്സാമിനൊക്കെ ഇതുപോലെ വരയ്ക്കാനുണ്ടാകും. അപ്പോൾ 5 തുല്യ ഭാഗങ്ങളായതുകൊണ്ട് 5 തുല്യ വശങ്ങളുള്ള ഒരു പഞ്ചഭുജം നമുക്ക് കിട്ടി. ബാക്കി അതിലെ പ്രവർത്തനങ്ങൾ 2 ചിത്രം വരയ്ക്കാനുണ്ട്. ജോമെട്രിക്കൽ ചാർട്ടാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാ രക്ഷിതാക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.